എല്ലാവർക്കും നമസ്കാരം. നമ്മളുള്ളത് വിശാഖപട്ടണത്താണ് ഇപ്പം. അപ്പം നമ്മൾ വിശാഖപട്ടണത്തു നിന്ന് നേരെ കുംഭമേള കാണാൻ വേണ്ടിയുള്ളൊരു പോക്കാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നില്ല. ഓൾറെഡി പ്രയാഗ്രാജിൽ ഞാൻ വണ്ടി കൊണ്ട് പോയി കണ്ടതാണ്. അപ്പോൾ പിന്നെ UP വരെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് പിന്നെ വണ്ടി എടുക്കുന്നില്ല. നമ്മൾ ട്രെയിനിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഇപ്പോൾ 10 മണിക്കാണ് ട്രെയിൻ. രാത്രി ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. അതിന് കയറി കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ എത്തും. പിന്നെ ശിവരാത്രി കഴിഞ്ഞിട്ട് റിട്ടേൺ, അങ്ങനെയാണ് പ്ലാന്. അതുപോലെ വാരണാസി കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ പോയിട്ടുണ്ട്. എന്നാലും ശിവരാത്രിക്ക് വാരണാസിയിലൊന്ന് കൂടണം എന്നാണ് എൻ്റെ ഒരു പ്ലാന്. നോക്കട്ടെ എന്തായാലും. ഞങ്ങൾ ഇവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബദ്രിനാഥ്, പിന്നെ ആളുടെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. എന്തായാലും കുംഭമേളേൻ്റെ വിശേഷങ്ങളായിരിക്കും ഇനി കുറച്ച് ദിവസം വരാൻ പോകുന്ന കേട്ടോ. വണ്ടി നമ്മളിവിടെ സേഫായിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ, വിശാഖപട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ ബൊലേറോ ഇവിടെ ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ വിടണം കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. വിശാഖപട്ടണത്തു നിന്ന് നേരെ പ്രയാഗ്രാജിലേക്ക് നമുക്ക് സ്പെഷ്യൽ ട്രെയിനാണ് കിട്ടിയിട്ടുണ്ടായത്. കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ട്രെയിൻ തന്നെ നമുക്ക് കിട്ടി. അവിടെ നിന്ന് തന്നെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു കേട്ടോ. ഇവിടുന്ന് പരിചയപ്പെട്ട കുറേ സുഹൃത്ത് ബന്ധങ്ങൾ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് ട്രെയിനിൽ നിന്ന്. എല്ലാവരും പ്രയാഗ്രാജിലേക്കാണ് ഒരുവിധം എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒന്നിച്ചാണ് പോയത്. പിന്നെ ഞങ്ങളൊരു 7 പേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് പോയത് കേട്ടോ. ഞാൻ പൊതുവേ ട്രെയിൻ യാത്ര ചെയ്യാത്ത ഒരാളാണ്. ഇത്രയും ദൂരം ടോട്ടൽ ഒരു വിധം 32 മണിക്കൂറോളം എടുത്തു നമ്മൾ പ്രയാഗ്രാജിൽ എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല എന്താ പറയുക, നല്ല ആൾക്കാർ കൂടി ഉണ്ടായതുകൊണ്ട് ബോറിങ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. 2 ദിവസം നമ്മൾ അടിച്ച് പൊളിച്ച് തന്നെ പോയേട്ടോ. കൊള്ളായിരുന്നു. യാത്രയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം സ്നാക്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ബാക്കി ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിച്ചു. റെയിൽവേ ഫുഡ് അധികം കഴിക്കാറില്ല. അത് കഴിക്കാൻ ഞാൻ ആരെയും സജസ്റ്റ് ചെയ്യുകയും ചെയ്യില്ല. ട്രെയിന് കടന്നു പോകുന്ന പല സംസ്ഥാനങ്ങളെ കൂടിയാണ് കേട്ടോ. നമ്മൾ യാത്ര തുടർന്നത് ആന്ധ്രാപ്രദേശിലാണെങ്കിലും അത് ശേഷം നമുക്ക് നേരെ കയറിയത് ഒഡീഷയിലാണ്. ഒഡീഷേൻ്റെ കുറച്ച് പാട്ടുകളാണ്. അത് കഴിഞ്ഞ് ഛത്തീസ്ഗഡൊക്കെ നല്ല ഫോറസ്റ്റ് റൂട്ടൊക്കെയാണ് ട്രെയിൻ കടന്നു വന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ ഓൺ ദ വേ ഒരു സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ട സമയത്ത് ചുമ്മാ ഒന്ന് നടക്കാനെല്ലാം ഇറങ്ങിയത് കേട്ടോ, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ വണ്ടി ബിലാസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ നമ്മൾ അന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയായി കേട്ടോ. ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായില്ല, ഞങ്ങൾ വൈകുന്നേരമാണ് കഴിച്ചത്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു, ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. റൈസും റൊട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു താളി ആണ് വാങ്ങിയത്. അടിപൊളിയായിരുന്നു. ഒട്ടുമിക്ക സമയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അധികം ഫോണിലൊന്നും കളിക്കാൻ നിന്നില്ല. അത് തന്നെയാണ് ഈ ട്രെയിൻ യാത്രേൻ്റെ ഒരു പ്രത്യേകത. ബോറിംഗ് ഇല്ലാതെ യാത്ര ചെയ്തതും അതുകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ. അത് ഒരുവിധം UP ബോർഡറൊക്കെ എത്തിയ സമയത്ത് വരുന്നത് ആൾക്കാരുടെ ബഹളമായിരുന്നു. നേരം വെളുത്ത് നോക്കുമ്പോഴത്തേന് കാല് കുത്താൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോഴേ മനസ്സിലായി UP എത്തിയെന്ന്. അങ്ങനെ ഒടുവിൽ നമ്മളിതാ പ്രയാഗ്രാജിലെത്തി കേട്ടോ. പ്രയാഗ്രാജ് സ്റ്റേഷനിൽ രാവിലെ ഇറങ്ങുമ്പോൾ ദൃശ്യമായത് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മുടെ ആ സംഘം പോയിന്റിലേക്ക് പോകാൻ അത്യാവശ്യമുള്ള ക്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഫ്ലൈ ഓവറൊക്കെ ഫുള്ളാണ്. അപ്പോൾ വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ ഇപ്പോൾ മൊത്തം ക്യൂ ആണ്. നമ്മളും കുറച്ച് വെയിറ്റൊക്കെ ചെയ്ത് പയ്യെ ലൈൻ നിൽക്കുന്നതൊക്കെയാണ് കയറി പോയത്. ശരിക്കും ഞാനിങ്ങനെ ഡബിൾ മൈൻഡിലായിരുന്നു, വരണോ ഒന്ന് കാണണോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ പിന്നെ വിചാരിച്ചു എന്തായാലും ഈ ഒരു ജന്മത്തിൽ എന്തായാലും ഇനി നമുക്കിങ്ങനെ ഒരു പരിപാടി കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്തായാലും കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് 2 കൽപ്പിച്ച് ഇറങ്ങിയത് കേട്ടോ.
റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് തന്നെ നമുക്ക് സംഗം പോയിന്റിലേക്കുള്ള ടാക്സികൾ കിട്ടി തുടങ്ങും. ഓട്ടോറിക്ഷകളുണ്ട്, അതുപോലെ ബൈക്കേഴ്സ് ഉണ്ട് കേട്ടോ. ബൈക്കിലും നമുക്ക് ട്രിപ്പിൾസ് ആയിട്ട് തന്നെ പോകാൻ പറ്റും. ഇവിടെ ലീഗലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ബൈക്കിലാണെങ്കിൽ പെർ ഹെഡ് 100 റുപ്പീസ് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. ഞാനിതാ ബൈക്കിലാണ് പോയത്. ഞങ്ങൾ 3 പേര് ഒരു സ്പ്ലെൻഡറിൽ, ബാക്കിയുള്ള 2 പേര് വേറെ സ്പ്ലെൻഡറിൽ, 2 പേര് ഓട്ടോയിലും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോയത് കേട്ടോ സംഗം പോയിന്റിലേക്ക്. അതൊരു വെറൈറ്റി യാത്രയായിരുന്നു. ഒടുവിൽ നമ്മൾ സംഗം പോയിന്റിലെത്തി. സംഗം പോയിന്റിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കാൻ കേട്ടോ. നമുക്കൊരു ബോട്ടിൽ കയറിയിട്ട് വേണം ആ ഒരു നമ്മളെല്ലാവരും കുളിക്കുന്ന ഒരു സ്ഥലം എത്തണമെങ്കിൽ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവർ അടച്ചിട്ടുണ്ട് വഴികളൊക്കെ. അപ്പം ബോട്ട് നമുക്കൊരു ബോട്ട് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാനുള്ളൊരു സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത്. ഇനി ഒരു ബോട്ട് പിടിച്ചിട്ട് നേരെ ക്രോസ് ചെയ്ത് സംഗം പോയിന്റിലേക്ക് പോകലാണ് അടുത്ത പരിപാടി. കാണുന്നതാണ് അക്ബർ ഫോർട്ട് കേട്ടോ. അക്ബർ ഫോർട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പഴയ വീഡിയോയിൽ കാണാത്തവരൊന്നും എടുത്ത് കാണും കേട്ടോ. നമ്മളവിടെ ഈ കാണുന്ന സ്ഥലത്ത് സംഗം പോയിൻ്റ് അവിടെയാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ബൈ. അങ്ങനെ നമ്മളൊരു ബോട്ടുകാരനോട് സംസാരിച്ച് നമ്മൾ 7 പേർക്ക് അപ്പ് ആൻഡ് ഡൗൺ 1000 റുപ്യ പറഞ്ഞ് ഒരു ബോട്ട് കേട്ടോ. അപ്പോൾ സംഗം പോയിന്റിൽ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അവിടുന്ന് കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് ഡീല്. അങ്ങനെ നമ്മളും ഒരു തോണിയിൽ കയറി കേട്ടോ. ഇവിടുന്ന് എല്ലാവരും കൂടിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഈ ബോട്ട് യാത്ര അത്യാവശ്യം അടിപൊളിയാട്ടോ. നമുക്ക് ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഷൂട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ ഡ്രോണ് ബാൻ ചെയ്തിട്ടുള്ളത് കുംഭമേള ആയതുകൊണ്ട് അത്യാവശ്യം ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. ധാരാളം പക്ഷികൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ മുംബൈയിലൊക്കെ പോയിട്ട് എലിഫൻ്റ് കേവ്സിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഇഷ്ടംപോലെ പക്ഷികൾ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ പക്ഷികളുണ്ട്. ഇവിടെ കുറേ കാട്ടുകളുണ്ട്. കാട്ടുകളിൽ തന്നെ കുളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഫുൾ ജനങ്ങളാണ്. പിന്നെ അതുപോലെ സംഗം പോയിന്റിലേക്ക് അവിടുന്ന് വരുന്നവരുണ്ട്. അതുപോലെ അവിടെ തന്നെ കുളിക്കുന്നവരുണ്ട് കേട്ടോ. ശരിക്കും എനിക്കൊരു വിശ്വാസത്തിൻ്റെ പേരിലൊന്നല്ല, എനിക്ക് കുളിക്കണം എന്നൊന്നുണ്ടല്ല, ഞാൻ ചുമ്മാ ഒന്ന് വന്നതെന്നേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പം ഇത്രയും ജനങ്ങൾ കൂടുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് കാണണം തോന്നി, അങ്ങനെ ഇറങ്ങിയതാണ്. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇതാണ് ആൾക്കാർ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു പോയിൻ്റ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ബോട്ടുകൾ സൈഡാക്കിയിട്ട് കാണാം. നമുക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് മാറാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഇറങ്ങിയതിന് ശേഷം പയ്യെ കുളിക്കാനുള്ള സ്ഥലം ഇതാണ് കേട്ടോ. കുളിക്കാനുള്ള സ്ഥലം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്നത് കാണാൻ പറ്റും. ഞാനൊരു കാക്കക്കുളി കുളിച്ച് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി റെഡിയായി കേട്ടോ. ആൾക്കാർ ഭയങ്കരമായിട്ട് ക്യൂ ആണ് അവിടെ കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നോക്കിയേ, ജനപ്രവാഹം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയ്ക്ക് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഇതുപോലെ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ മനസ്സിലാവും, നിറച്ച് ആൾക്കാരാണ്. എല്ലാവരും കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അത് ഭയങ്കര മാലിന്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ചൊന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാലിന്യങ്ങളുണ്ട്. ഞങ്ങളപ്പോൾ റിട്ടേൺ പോവാണ് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞു, തിരിച്ച് ബോട്ടിൽ കയറിയ ഡ്രസ്സൊക്കെ മാറ്റി തിരിച്ച് പോവാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ നേരത്തെ ബോട്ട് എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ തിരിച്ച് നമ്മളെ ഇറക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് നേരെ അയോധ്യയിലേക്ക് പോകാനാണ് നമ്മളെ പ്ലാന്. അയോധ്യ ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്.
പക്ഷേ എൻ്റെ കൂടെയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് അയോധ്യ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അയോധ്യയെ കണ്ട് അതിനുശേഷം വാരണാസിയിൽ ശിവരാത്രി കൂടി ആഘോഷിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് കേട്ടോ. ശിവരാത്രി വാരണാസി ആയിരിക്കും കുറച്ച് അടിപൊളി എന്നൊക്കെ തോന്നി. I can't see me. നമ്മളങ്ങനെ ഡ്രോപ്പി പോയിന്റിലെത്തി. ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ചിനി നടക്കണം, അടുത്ത ട്രെയിൻ പിടിക്കണം. ഇതൊക്കെയാണ് പരിപാടി. ട്രെയിന് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടികൾ നോക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒടുവിൽ ഒരു ഓട്ടോറിക്ഷയിൽ കയറി. ഓട്ടോയിലാണ് നമ്മൾ യാത്ര കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ അയോധ്യയിലേക്കുള്ള യാത്രയായിരിക്കും. അയോധ്യയിലേക്കും ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അയോധ്യ വാരണാസി ഇതായിരിക്കും അടുത്ത വീഡിയോസിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.